ഒരു സംഭവത്തിന് മുന്നേ എന്ന് പറയാൻ വേണ്ടി, അതായത് മുൻപ് എന്ന് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡ് ഏതാണ് ഇംഗ്ലീഷിൽ? ബിഫോർ. അതിന് ശേഷം എന്ന് പറയുകയാണെങ്കിലോ? ആഫ്റ്റർ. ഓക്കെ, അപ്പോൾ ബിഫോർ ആഫ്റ്റർ എന്താ മീനിങ് ഏറെക്കുറെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പക്ഷെ ഒരു സെന്റൻസിൽ വരുമ്പം ചെറുതായിട്ട് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. സോ അത് നമുക്ക് ഈ വീഡിയോയിലൂടെ തീർക്കാം. ഓക്കെ, സോ കുറച്ച് സെന്റൻസ് ഞാൻ പറയാം, അതിന് ഇംഗ്ലീഷ് പറയാം കേട്ടോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം വർക്ക് ചെയ്യാം. I'll work after having breakfast. ഓക്കെ, I'll work after having breakfast. അങ്ങനെയാണെങ്കിൽ വർക്കിന് മുന്നേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന എങ്ങനെയാ പറയാ? I'll have breakfast before work. യെസ്, ഇങ്ങനെയാണ് ബിഫോറും ആഫ്റ്ററും യൂസ് ചെയ്യുക. ഓക്കെ, ഞാൻ വർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഐ വർക്ക് ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്. ഇതും സെയിം മീനിങ് ആണ്, നേരെ ഓപ്പോസിറ്റ് ആക്കുക. അതായത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വർക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ കഴിക്കുന്നു പറയുന്നെങ്കിൽ ഐ ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ബിഫോർ വർക്ക്, അങ്ങനെയും പറയാം. ഓക്കെ, സോ അടുത്തത്, അവൾ ഹോംവർക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ ടി വി കാണും. Before she writes homework, she'll watch TV. ഓക്കെ, ഷീൽ വാച്ച് ടി വി ബിഫോർ ഡൂയിങ് ഹോംവർക്ക്. ബിഫോർ നടുക്ക് കൊണ്ടുവരുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, ഉറങ്ങുന്നതിന് മുന്നേ പല്ല് തേക്ക് ഒരാളോട് പറയാണ്, ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. അതെങ്ങനെയാണ് പറയാം? Brush your teeth before you sleep. ബിഫോർ സ്ലീപ്പിംഗ് അല്ലെങ്കിൽ ബിഫോർ യു ഗോ ടു ബെഡ് എന്നൊക്കെ പറയാം. ഓക്കെ, ലഞ്ച് കഴിഞ്ഞ് നമുക്ക് പുറത്തു പോകാം. We can go out after lunch. ഓക്കെ, അല്ലെങ്കിൽ ലെറ്റ്സ് ഗോ ഔട്ട് ആഫ്റ്റർ ലഞ്ച്. പോകാം, ഒരു സജഷൻ ചോദിക്കുന്ന പോലെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 8 മണിക്ക് മുമ്പ് ഞാൻ ഫോൺ ചെയ്യാം. ഇതെങ്ങനെ ഇംഗ്ലീഷ് പറയാന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും.